ഹലോ കൂട്ടുകാരെ, PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ മാക്സിമം പോയിന്റ് PSCക്ക് ചോദിക്കുന്ന മാക്സിമം പോയിന്റ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. നോക്കാം. ഇന്ന് നമ്മൾ കേരളത്തിലെ നദിയായ പെരിയാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ ആണ്. ഇനി ഈ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്ന് പറയുന്ന നദിയാണ് പെരിയാർ. കിലോമീറ്റർ 244 കിലോമീറ്റർ ആണ്. ഇനി എല്ലാ മിക്ക PSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ശിവഗിരി മലയിൽ നിന്ന്, തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇനി ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്? പെരിയാർ നദി ഒഴുകുന്നത് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ്. അതൊരു PYQ ആണ്. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇനി പെരിയാർ എന്ന് പറയുന്ന ആൻസർ വരുന്ന കുറച്ച് പോയിന്റ്സ് ഇപ്പൊ പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റിയിരുന്ന ഇതാണ്, പോയിന്റ്സ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് നദി പെരിയാറാണ്. ഇനി ഏറ്റവും കൂടുതൽ ജലസേചനം ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതെന്ന് വെച്ചാൽ ഭാരതപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. അപ്പൊ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് നീളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളതും ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതായിട്ടുള്ള നദിയാണ് പെരിയാർ. പെരിയാർ ആലുവപ്പുഴയിൽ വെച്ച് മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്നും രണ്ടായിട്ട് തിരിയുന്നു. അപ്പൊ പെരിയാർ നദി ആലുവയിൽ വെച്ചാണ് മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്നും ഒക്കെ അറിയുന്നത്. ഈ മംഗലപ്പുഴ പുത്തൻവേലി കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴയിൽ ലയിക്കുന്നത്. ഈ മംഗലപ്പുഴ ചാലക്കുടി പുഴയിൽ ലയിക്കുന്നു. മാർത്താണ്ഡൻ പുഴ വരാപ്പുഴ കായലിലുമാണ് ലയിക്കുന്നത്. അപ്പം മാർത്താണ്ഡൻ പുഴ എവിടെയാണ്? വരാപ്പുഴ കായലിലും. മംഗലപ്പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് എവിടെയാണ്? ചാലക്കുടി പുഴയിലുമാണ് ലയിക്കുന്നത്. അപ്പൊ മംഗലപ്പുഴ ചാലക്കുടി പുഴയിലും മാർത്താണ്ഡൻ പുഴ വരാപ്പുഴ കായലിലുമാണ് ലയിക്കുന്നത്. ഇനി പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. മുല്ലയാറാണ് പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ മുല്ലയാർ. പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ മുല്ലയാറാണ്. ഇനി നമ്മൾ PYQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ്? പെരിയാറിനാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പേരിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. പിന്നെ ശങ്കരാചാര്യന്റെ കൃതികളിൽ പൂർണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നതും പെരിയാറാണ്. ശങ്കരാചാര്യന്റെ കൃതികളിൽ പൂർണ്ണ എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? പെരിയാറിന്റെ കിലോമീറ്റർ 244 കിലോമീറ്റർ ആണ്. ഇത് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ്. കേരളത്തിലെ ഏറ്റവും പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. ഇനി പെരിയാർ ആലുവയിൽ വെച്ചിട്ട് മംഗലപ്പുഴയായും മാർത്താണ്ഡൻ പുഴയായിട്ട് രണ്ടായിട്ട്
പിരിയുന്നുണ്ട്. ഇനി മംഗലപ്പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് ഏത് പുഴയിലാണ് പതിക്കുന്നത്? ചാലക്കുടി പുഴയിലും മാർത്താണ്ഡം പുഴ വരാപ്പുഴ കായലിലുമാണ് പതിക്കുന്നത്. മാർത്താണ്ഡം പുഴ വരാപ്പുഴ കായലിൽ ലയിക്കുന്നു. ഇനി പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ മുല്ലയാറാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. പിന്നെ ശ്രീ ശങ്കരാചാര്യന്റെ കൃതികളിൽ പൂർണ്ണ എന്ന് പ്രതിപാദിച്ചിട്ടുള്ള നദി ഏതാണ്? പെരിയാറാണ്. ഇനി ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ നദിയുടെ തീരത്താണ്. ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. ഇനി പെരിയാർ നമ്മൾ പറഞ്ഞു പൂർണ്ണ എന്നറിയപ്പെടുന്നു, ചൂർണി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനിയും കുറച്ച് പേരുണ്ട്. ആലുവപ്പുഴ എന്ന് അറിയപ്പെടുന്നു, കാലടിപ്പുഴ എന്നറിയപ്പെടുന്നു എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. പിന്നെ പണ്ട് കാലത്തുള്ളവര് ചുള്ളി എന്ന് വിളിച്ചിരുന്ന നദിയാണ് പെരിയാർ. ചുള്ളി എന്നും വിളിച്ചിരുന്നു. അപ്പൊ പൂർണ്ണ, ചൂർണി, കാലടിപ്പുഴ, ആലുവപ്പുഴ, ചുള്ളി എന്നൊക്കെ വിളിച്ചിരുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഇനി തിരുവൈരാണിക്കുളം ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, പിന്നെ അന്താരാഷ്ട്ര ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി. ഏതൊക്കെയാണ്? മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി, പെരുന്തച്ചന്റെ ജന്മസ്ഥലമായ ഉളിയന്നൂർ, തിരുവൈരാണിക്കുള ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം. അപ്പം പെരുന്തച്ചന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉളിയന്നൂർ. അവിടെ പിന്നെ തിരുവൈരാണിക്കുളം, മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഇനി തേക്കടി വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്.